മേഘ, സുരേഷ് ഗോപിയുടെ ഓർമ്മയുണ്ടോ ഈ മുഖം എന്നുള്ള ഒരു ഡയലോഗ് നമ്മൾ പലതവണ കേട്ട് മറന്നുപോയൊരു വാക്കാണ്. അതേപോലെയാണ് കഴിഞ്ഞ ദിവസം പത്തനാപുരത്ത് ഗണേഷ് കുമാറിന് ഓർമ്മയുണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപിയുടെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. യഥാർത്ഥത്തില് സുരേഷ് ഗോപി വേദിയിലിരുത്തിക്കൊണ്ട് ഗണേഷ് കുമാറിനെ ചിലതൊക്കെ ഓർമ്മപ്പെടുത്തിയതല്ലേ? സാധാരണ നമ്മൾ സുരേഷ് ഗോപിയുടെ ഇങ്ങനെ ചൂടിപ്പിക്കുന്ന അല്ലെങ്കിൽ കളിയാക്കുന്ന എന്തെങ്കിലും പറഞ്ഞാൽ അദ്ദേഹം ഭയങ്കര പ്രകോപനപരമായിട്ടാണ് തിരിച്ച് റിയാക്ട് ചെയ്യുക. മറ്റേ മോനെ എന്നൊക്കെ വിളിക്കുക, ദേഷ്യം വരിക, അതൊക്കെ ഉണ്ട്. പക്ഷെ വളരെ കാമായിട്ട് കുറിക്ക് കൊള്ളേണ്ട മറുപടി ഇങ്ങനെ കൊടുക്കുന്ന ഒരു സുരേഷ് ഗോപിയാണ് നമ്മൾ അതിൽ കാണുന്നത്. കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്. ഗണേഷ് കുമാർ ഇങ്ങനെ ആദ്യം പരിഹസിക്കുന്നുണ്ട്. അവിടെ പോയി അദ്ദേഹം എന്തോ സമ്മാനമൊക്കെ കൊടുത്തെന്നൊക്കെ കേൾക്കുന്നു. എന്താണ് ആ സമ്മാനം എന്നൊക്കെ പറഞ്ഞ് തമാശിക്കുമ്പോ സുരേഷ് ഗോപി തിരിച്ചു പറയുന്നുണ്ട്, താങ്കളൊരു കാര്യം മനസ്സിലാക്കണം, എന്റെ പ്രവർത്തന മണ്ഡലം എന്ന് പറയുന്നത് തൃശ്ശൂരാണ്. അവിടുത്തെ ഫണ്ട് വെറുതെ ഒന്നും എനിക്ക് ഇവിടെ കൊണ്ടുവന്ന് ചെലവഴിക്കാൻ പറ്റില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അങ്ങനെ പറ്റുമായിരുന്നുവെങ്കിൽ ഈ 38 ലക്ഷം രൂപ കൊടുത്തിപ്പോ ഒരു ബസ്സിന് ഇവിടെ കൊടുത്തരുത്. ഈ മാസം ഒന്നും പറ്റൂല ഈ ഗണേഷ് കുമാറിനെ കൊണ്ട്. അദ്ദേഹം ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, പെട്രോളിയം മന്ത്രിയല്ലേ, അപ്പൊ എങ്ങനെയാ ബസ്സുകൾക്ക് ഫ്രീ പെട്രോൾ എന്നൊക്കെയാണോ പറയുന്നത് എന്ന്. സംഭവം മാസാണെങ്കിലും പറയുന്നത് മണ്ടത്തരമാണ് എന്നുള്ളൊരു ബോധ്യം നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഉണ്ടാകണം. സംസ്ഥാനത്തെ ഒരു മന്ത്രിയല്ലേ, മന്ത്രിക്ക് ഉണ്ടാകണം എന്നുള്ളത് വളരെ ബേസിക് ആണ്. മന്ത്രി എന്തൊക്കെയോ തികഞ്ഞു പോയതാണ്. കഴിഞ്ഞ ദിവസം ഈ പരിപാടിക്ക് ശേഷം കൊട്ടാരക്കര നടന്ന മറ്റൊരു പരിപാടിയിൽ കോൺഗ്രസ്സുകാരെ എല്ലാം വെല്ലുവിളിക്കുന്നുണ്ട്. അതായത് ഇവിടെ ഈ സാധനം കൊണ്ടുവന്നത് ഞാനാണെങ്കിൽ ഇവിടെ ആരുടെയൊക്കെ പേരെഴുതി വെക്കണമെന്ന് ഞാൻ തീരുമാനിക്കും എന്നുള്ള രീതിയിലേക്ക് ഒരു ധാർഷ്ട്യത്തോടെയാണ് ഇപ്പോൾ അന്നത്തെ ആ പരിപാടിയിൽ പോലും ഇപ്പോൾ അവിടെ ഇരുത്തിക്കൊണ്ട് സുരേഷ് ഗോപിയോട് ചോദിക്കുന്നത്. ആദ്യമായി വരുന്ന സുരേഷ് ഗോപി, ആദ്യമായിട്ടാണ് ഈ മണ്ഡലത്തിലേക്ക് വരുന്നത്, പുതിയ ആളാണ്. അപ്പോൾ അങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ പരിചയപ്പെടുത്തിയപ്പോഴാണ് സുരേഷ് ഗോപി കൃത്യമായി പറയുന്നത്, ഞാൻ ആദ്യമായിട്ടല്ല, ഗണേശൻ കുറച്ചൊക്കെ ആലോചിക്കണം, ഓർത്തെടുക്കണം, പഴയ ഓർമ്മകൾ ഓർത്തെടുക്കണം. ഞാനും ഉമ്മൻചാണ്ടിയും കൂടെ ഇവിടെ വന്ന് ഗണേഷ് കുമാറിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചത് ഗണേഷ് കുമാർ ഓർക്കണം. ഉച്ചയ്ക്ക് വന്ന വരവ് ഞാൻ നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ ബൂത്ത് ഓഫീസിൽ നിന്ന് ഞങ്ങൾ യാത്ര തിരിച്ചതൊക്കെ ഓർമ്മയുണ്ടാകണം. ഉച്ചയ്ക്ക് വെയിലും കൊണ്ടുകൊണ്ട് നിനക്ക് വേണ്ടി ഞാൻ വോട്ട് അഭ്യർത്ഥിച്ചത് നീ ഓർക്കണം എന്നാണ് ഗണേഷ് കുമാറിനോട് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞതാണ്. അതെ, വന്ന വഴി ഗണേഷ് കുമാർ ഒരു വട്ടമല്ല 2 വട്ടം. അതായത് രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിലും നിനക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ വേണ്ടി ഞാൻ ഓപ്പൺ വാനിൽ നട്ടുച്ചയ്ക്ക് വന്നിട്ടുണ്ട്. എടാ മറ്റേ മോനെ എന്ന് ചിലപ്പോ മനസ്സിൽ പറയുന്നത്. അതെ, എന്നിട്ട് ഗണേശ മന്ത്രിയായിട്ടല്ല സുഹൃത്തായിട്ട് പറയണേ, ഗണേശ ഞാൻ പണ്ട് ഇവിടെ വെച്ച ഒന്നും ചെയ്തില്ല എന്ന് പറയരുത്, ഞാൻ വെച്ചൊരു ഹൈമാസ് ലൈറ്റ് ഇവിടെ എഴുതുന്നുണ്ടാകും, ഇല്ലെങ്കിൽ അത് നിങ്ങളുടെയൊക്കെ പ്രശ്നമാണ്. ഒരു സിനിമാറ്റിക് സ്റ്റൈലിലായിരുന്നു രണ്ടുപേരും കൂടെ കണ്ടുമുട്ടി. ഇപ്പോ ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് കുറച്ചു കാലമായിട്ട് ഇപ്പൊ അദ്ദേഹം ഇപ്പോൾ നമ്മൾ അടുത്തിടെ വന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂസും മറ്റു കാര്യങ്ങളും അദ്ദേഹത്തിന്റെ കൂടുതലും പ്രസംഗങ്ങളാണ്. അദ്ദേഹം ഒരുപാട് ഓൺലൈൻ ചാനലുകാരെ കൊണ്ടാണ് നടക്കുന്നത്. അപ്പം കഴിഞ്ഞ ദിവസം തന്നെ കൊട്ടാരക്കരയിൽ വന്നിട്ട് പരിപാടിയിൽ കോൺഗ്രസ്സുകാരും പങ്കെടുത്തില്ല. അപ്പോൾ നമുക്കറിയാം ഗണേഷ് കുമാറിന്റെ പല പരിപാടികളും കോൺഗ്രസ് ബഹിഷ്കരിച്ചിട്ടുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയുമായിട്ടുള്ള ആ വിഷയത്തിൽ ഒരു കോടതി വിധി വന്നതിന് ശേഷമാണ്. അതായത് ഉമ്മൻചാണ്ടി ഈ കേസിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഗണേഷ് കുമാർ കളിച്ചിട്ടുണ്ട്. അതെ, അവിടെ ഉണ്ടായിരുന്ന കത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേര് കൂടി തിരികെ കയറ്റുകയായിരുന്നു എന്നുള്ള മൊഴി. അതെ, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഗണേഷ് കുമാറുമായിട്ടുള്ള മുഴുവൻ ഏത് പരിപാടിയാണെങ്കിലും കോൺഗ്രസ് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചത്. ഇപ്പൊ നമ്മുടെ നേഷൻ ഫസ്റ്റിന് തന്നെ ഈ പറഞ്ഞ പരാതിക്കാരിയുടെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണൻ വെളിപ്പെടുത്തിയ കുറെ കാര്യങ്ങളുണ്ട്. ആ പരാതിക്കാരിയാണ് അതിൽ എഴുതി ചേർത്തത്. ആ പരാതിക്കാരിയോട് ഉമ്മൻചാണ്ടിയോട് ഉൾപ്പെടെയുള്ള പേരുകൾ എഴുതി ചേർക്കാൻ ആവശ്യപ്പെട്ടത് ഗണേഷ് കുമാർ ആണ്. ഗണേശൻ എന്നെ കാണാൻ വന്നിട്ടുണ്ട്, ഗണേശൻ എന്നെ കാറിൽ കയറ്റി കൊണ്ടുപോയി എന്നുള്ള വളരെ നിർണായകമായ വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടും അതിനുശേഷവും അദ്ദേഹം ചാണ്ടി ഉമ്മനുമായ ഒരു വലിയ പോരിലേക്ക് പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. അയാൾ പറയുന്നത്, അയ്യോ ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇന്നലെ തന്നെ കൊട്ടാരക്കര വന്നിട്ട് ഞാൻ ഒന്നും കോൺഗ്രസ്സുകാരോട് ചെയ്തിട്ടില്ല. അതാണ്ട് ഇരിക്കുന്ന ബാലഗോപാൽ, അയാളും ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും ചെയ്യാത്ത ഞങ്ങളുടെ പരിപാടിക്ക് കോൺഗ്രസ്സുകാർ ബഹിഷ്കരിക്കുന്നത് വളരെ മോശം പ്രവൃത്തിയാണ്. അതുകൊണ്ട് എന്താ ചെയ്തത്, കഴിഞ്ഞ ദിവസം അടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഫ്ലെക്സ് ബോർഡിലാണ് എഴുതി ഒട്ടിച്ച സ്റ്റിക്കറാണത്. ഇനി വരാത്ത ആളുകളുടെ പേരുകൾ ഇനി ഇവിടെ കാണത്തില്ല. അതിനകത്ത് വരാത്ത ആളുകളുടെ പേര് കൊടുക്കുന്നു സുരേഷും മറ്റ് അങ്ങനെയുള്ള അവിടുത്തെ എംപിമാരുടെയും മറ്റു പേരുകളാണ്. നമുക്കറിയാം ഒരു സാധനം ഉണ്ടാകണമെങ്കിൽ ഒരാളുടെ ഫണ്ട് കൊണ്ട് മാത്രം. ഇപ്പോൾ
MLA ഫണ്ടിൽ നിന്നും മാത്രം അല്ലെങ്കിൽ മന്ത്രിയുടെ ഫണ്ടിൽ നിന്നും മാത്രമല്ലല്ലോ ഇതൊന്നും ഉണ്ടാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കണമെങ്കിൽ അവിടുത്തെ പഞ്ചായത്തിന്റെയും മുനിസിപ്പാലിറ്റിയുടെയും കൗൺസിലറുടെയും അതേപോലെ തന്നെ അവിടുത്തെ MP-യുടെയും ഒക്കെ ഫണ്ട് കൊണ്ട് തന്നെയാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. ഇപ്പൊ അവിടെ പത്തനാപുരത്ത് പരിപാടി നടക്കുന്ന സാഹചര്യത്തിൽ MLA പറയുന്നുണ്ട്, ഞാൻ ഈ സ്കൂളിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പൊ എനിക്കൊന്നും ചെയ്യാൻ സമയമില്ല അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു. കാരണം MP ഒക്കെ വന്നിട്ട് ബസ് കൊടുക്കുന്നു. MP ബസ് കൊടുക്കുന്നുണ്ടെങ്കിൽ MP-യുടെ കഴിവാണത്. ഒന്നും കൊടുക്കാനില്ല എന്ന് പറയുന്നത് ഖജനാവിൽ ഒന്നുമില്ല, കൊടുക്കാനുള്ള കഴിവില്ലാതായി മാറി. എന്നിട്ട് തൃശ്ശൂരിന്റെ MP-യായ സുരേഷ് ഗോപി എന്ത് കൊടുത്തു, എങ്ങനെ കൊടുത്തു, എത്ര കൊടുത്തു, ഇനി എത്ര കൊടുക്കാൻ കഴിയുമെന്ന് ചോദ്യം ചോദിക്കാൻ, അതും കൂടിയാണ്. അതെ, ഒരു പൊതുവേദിയിൽ നിന്ന് ഒരു പരിഹസിച്ചുകൊണ്ട് ചോദ്യം ചോദിക്കാൻ അദ്ദേഹത്തിന് ആകുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാലും അവിടെയുള്ള ജനപ്രതിനിധിയായ അദ്ദേഹത്തിന് ഇതൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പത്തനാപുരം ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥ കാണണം, അതുപോലെ തന്നെ ഇദ്ദേഹം ഉദ്ധരിച്ചു എന്ന് പറയുന്ന ബസ്സുകളുടെ അവസ്ഥ കാണണം. തിരുവനന്തപുരം കോർപ്പറേഷനുമായി VV രാജേഷുമായിട്ടുള്ള ഒരു പോരുണ്ടായിരുന്നു, അവിടെ എവിടെയും പോരെടുക്കുന്നത് കാണുന്നുണ്ട്. പലരുമായും യുദ്ധങ്ങൾ തുറന്നു വെക്കുന്നത് കാണുന്നുണ്ട്. പക്ഷെ എങ്ങും എത്തുന്നില്ല. കുറച്ചു നാൾ കഴിയുമ്പോൾ തിരിച്ചു പറയാനൊന്നുമില്ല എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് താറടിച്ച് കാണിക്കുക, തനിക്ക് നേരെ വന്നില്ലെങ്കിൽ താറടിച്ച് അവനെ നശിപ്പിക്കുക. ഇപ്പോൾ ഗണേഷ് കുമാറിന്റെ ചരിത്രം കേരളത്തിലെ എല്ലാവർക്കും ഇപ്പോൾ നന്നായിട്ട് അറിയാം. എന്താണ് ഗണേഷ് കുമാർ ചെയ്തിട്ടുള്ളതെന്നും ഗണേഷ് കുമാറിന്റെ ഓരോ ചെയ്തികളും എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം. ഇപ്പോ പത്തനാപുരത്ത് ഗണേഷ് കുമാർ കഴിഞ്ഞ കാലങ്ങളിൽ ജയിക്കുന്നു എന്ന് പറയുന്നത് നമുക്കറിയാം. പത്തനാപുരത്തിന്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് അദ്ദേഹം NSSന്റെ യൂണിയൻ പ്രസിഡന്റാണ്. അതേപോലെ തന്നെ അവിടുത്തെ യൂണിയനുകളെ എല്ലാം ഭരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു പോകുന്നുണ്ട്. ഇപ്പം അവിടുത്തെ പെർസെൻറ്റേജ് വെച്ച് നോക്കിക്കഴിഞ്ഞാലും NSSന് കാര്യമായിട്ട് വോട്ട് ഷെയർ ഉള്ളൊരു മണ്ഡലമാണ്. അപ്പോൾ അതിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പലതാണെങ്കിൽ പോലും ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ തനിക്കൊരു അപകടം മണത്തിരിക്കുന്ന ഗണേഷ് കുമാർ വിരളി പൂണ്ട് ഇപ്പോ വായി തോന്നിയതെല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആരെയൊക്കെ കൊത്താമോ അവരെ എല്ലാം കൊത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ്? താൻ അവസാനിച്ചിട്ടില്ല, ഇനിയും തനിക്ക് അവസരങ്ങൾ ഉണ്ട് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കുരയ്ക്കുന്ന പട്ടി കടിക്കത്തില്ല എന്ന് പറയുന്നത് പോലാണ് ഇനി ഗണേഷ് കുമാറിന്റെ നാളുകൾ എന്ന് യഥാർത്ഥത്തിൽ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. കാരണം ജ്യോതികുമാർ ചാമകാല എന്ന് പറയുന്ന നേതാവ് അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോറ്റെങ്കിലും പിന്നീട് അവിടെ സജീവമായിട്ട് നിൽക്കുന്നത് ഇദ്ദേഹത്തിന് അധികം ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം തന്നെ പലപ്പോഴും ചാക്കാല അല്ലെങ്കിൽ ജ്യോതികുമാർ ചാമക്കാലയെ സംബന്ധിച്ച് അദ്ദേഹം അവിടുത്തെ മരണ വീടുകളെല്ലാം കയറുന്നുണ്ട്, കല്യാണ വീടുകളെല്ലാം കയറുന്നുണ്ട്. അപ്പം പരോക്ഷമായിട്ട് അല്ലെങ്കിൽ നേരെ ഡയറക്റ്റ് ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. പത്തനാപുരത്ത് ചിലർക്കൊക്കെ ശവപ്പെട്ടിക്കാരന്റെ മനസ്സാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് അദ്ദേഹത്തിനെ ആക്രമിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പം എന്ത് തന്നെയാണെങ്കിലും ഒരു ഭയം ഗണേഷ് കുമാറിന് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ തൊട്ട്, അതായത് കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് ഗണേഷ് കുമാറിന്റെ സംസാര ശൈലിയിൽ അത് നിഴലിക്കുന്നുണ്ട്, ഭയക്കുന്നുണ്ട് എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. സുരേഷ് ഗോപി എന്ന് പറയുന്ന നേതാവ് അത് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോ മറ്റേ സിനിമയിലെ ഡയലോഗ് പോലെ ഓർമ്മയുണ്ടാകണം ഈ മുഖം എന്ന് പറയുന്നത് പോലെ ഉമ്മൻചാണ്ടിയുടെ മുഖം ഓർമ്മയുണ്ടാകണം. വന്ന വഴി മറക്കാതിരിക്കുക എന്നുള്ളതാണ്. അവിടെ ഗണേഷ് കുമാറിനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് വോട്ട് തേടി വന്ന സുരേഷ് ഗോപിയും ഉമ്മൻചാണ്ടിയും ആ വേദിയിൽ ചർച്ചയായിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തൊക്കെയോ കാരണങ്ങൾ ഉണ്ടാകും.